നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നതേ, എനിക്ക് ഒരുപാട് കോൾസ് വരാറുണ്ട്. നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിൻ്റെ മുൻപ് ചുമരിൽ ചെയ്യണോ, അതല്ല പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞിട്ടാണോ നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ടത് എന്നുള്ള ഒരുപാട് സംശയങ്ങളുമായിട്ട് എനിക്ക് കോൾസ് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ബ്രിക്ക് വർക്ക് ചെയ്തിട്ട് വാട്ടർ പ്രൂഫിങ് ചെയ്ത് പ്ലാസ്റ്ററിങ് ചെയ്യേണ്ട സന്ദർഭങ്ങളുണ്ട്. അതേപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ബ്രിക്ക് വർക്ക് ചെയ്ത് പ്ലാസ്റ്ററിങ് ചെയ്ത് വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ട സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ സന്ദർഭങ്ങളാണെന്നുള്ളത് ഞാനൊരു സ്കെച്ച് ചെയ്തിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് വാട്ടർ പ്രൂഫിങ് ചെയ്യാനുണ്ടാവുക ഒന്ന് എക്സ്റ്റീരിയർ വാൾസ് ആയിരിക്കും. അതായത് മഴയും അതേപോലെ വെയിലും നേരിട്ടടിക്കുന്ന പ്രൊജക്ഷൻ ഇല്ലാത്ത എക്സ്റ്റീരിയർ വാൾസ് ആയിരിക്കും നമുക്ക് വാട്ടർ പ്രൂഫിങ് ചെയ്യാനുണ്ടാവുക. പിന്നെ അതേപോലെ വെള്ളം കെട്ടി നിന്നിട്ട് വോളിലോട്ട് അത് വലിച്ചെടുത്തിട്ട് ഇഷ്യൂസ് ഉണ്ടാകുന്ന സൺഷെയ്ഡ് പോലത്തെ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള സ്ലാബുകൾ ഉണ്ടാവില്ലേ, അത്രയും ഭാഗങ്ങളിലായിരിക്കും രണ്ടാമത് നമുക്ക് ചെയ്യാനുണ്ടാവുക. മൂന്നാമത് എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ കാപ്പിലറി ആക്ഷൻ മൂലം വെള്ളം ഫൗണ്ടേഷനിലൂടെ കയറി ചുമരിലോട്ട് വന്നിട്ട് അത്രയും ഒരു വാൾസ് ആയിരിക്കും മൂന്നാമത് നമുക്ക് ചെയ്യാനുണ്ടാവുക. അപ്പോൾ ഈ 3 വാളിൽ ഉള്ള സിനാരിയോസ് ആണ് ഞാൻ ഇന്നിവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എക്സ്റ്റീരിയർ വാളും അതേപോലെ സൺഷെയ്ഡിൻ്റെ വാളും രണ്ടും ഒരേ സെയിം സിനാരിയോ ആണ്. അപ്പോൾ അതിൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആണ്. ഐ വിൽ എക്സ്പ്ലെയിൻ. അപ്പോൾ ഇതാണ് നമ്മുടെ വാൾ എന്ന് പറയുക, ഇത് നമ്മുടെ സൺഷെയ്ഡ് ആണ്. സോ ഈ സൺഷെയ്ഡിൽ നമുക്ക് ഇവിടെ പോണ്ടാവുന്ന കെട്ടി നിൽക്കുന്ന വെള്ളം അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മളുടെ വാളിലോട്ട് ഉണ്ടായിരിക്കും. ഇവിടെ ക്രാക്സുകൾ കാര്യങ്ങളൊക്കെ വരും. അതേപോലെ തന്നെ ഉള്ളിൽ പുട്ടി പെയിൻ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഇഷ്യൂസ് വരാനുള്ള സാധ്യത ഉണ്ട്. സോ ഇവിടെ നമുക്ക് ആദ്യം നമ്മൾ ബ്രിക്ക് വർക്ക് ആയിരിക്കും, അതിൻ്റെ മുകളിൽ നമുക്ക് പ്ലാസ്റ്ററിങ് വരണം. ഈ പ്ലാസ്റ്ററിങ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമുക്കിവിടെ വാട്ടർ പ്രൂഫിംഗ് ലെയർ നമുക്കിവിടെ വരേണ്ടത്. അതിൻ്റെ മേലായിരിക്കും പിന്നെ നമുക്ക് വരുന്നുണ്ടാവുക പുട്ടി ഇടുന്നവർക്ക് പുട്ടി, അതിൻ്റെ മേലെ പെയിൻറ്. ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ എക്സ്റ്റീരിയർ വാൾസ് അല്ലെങ്കിൽ സൺഷെയ്ഡിൻ്റെ അവിടെ നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യേണ്ടത്. അതായത് ബ്രിക്ക് വർക്ക് കഴിഞ്ഞതിന് ശേഷം പ്ലാസ്റ്ററിങ് ചെയ്യണം. പ്ലാസ്റ്ററിങ്ങിൻ്റെ മുകളിലായിരിക്കണം വാട്ടർ പ്രൂഫ് ലെയർ വരേണ്ടത്, അതിൻ്റെ മുകളിലായിരിക്കണം പുട്ടി വരുന്നുണ്ടെങ്കിൽ പുട്ടി പെയിൻറ് എന്ന് വരേണ്ടത്. ഇവിടുന്ന് വെള്ളത്തിൻ്റെ ഇമ്പാക്റ്റ് വരുമ്പോൾ നമുക്ക് ഈ വെള്ളത്തിൻ്റെ ഇമ്പാക്റ്റിനെ ആദ്യം റെസിസ്റ്റ് ചെയ്യുക പെയിൻ്റ് ആയിരിക്കും. അതിനുശേഷം അവിടെ പുട്ടി ഉണ്ടെങ്കിൽ പുട്ടി ഉണ്ടായിരിക്കും. അതിനുശേഷം നമ്മുടെ വാട്ടർ പ്രൂഫ് ലെയർ വരിക. ഈ വാട്ടർ പ്രൂഫ് ലെയർ പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും പിന്നെ അങ്ങോട്ട് വെള്ളത്തെ കടത്തി വിടില്ല. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്ററിങ്ങും അവിടെ സ്ട്രോങ് ആയിരിക്കും, നമ്മുടെ സ്ട്രക്ചർ ബ്രിക്കും അവിടെ സ്ട്രോങ് ആയിരിക്കും. ഈ പാറ്റേണിലാണ് നമ്മൾ എക്സ്റ്റീരിയർ വാള് അതേപോലെ സൺഷെയ്ഡ് ഇനിയിപ്പോൾ നമ്മൾ ടോപ്പിൽ എവിടെയെങ്കിലൊക്കെ നമ്മളെ വാളിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ടെറസിൻ്റെ പോർഷനിലൊക്കെ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം ഇതേ ഒരു പാറ്റേണിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മളുടെ ഗ്രൗണ്ട് ഫ്ലോർ, ഇത് നമ്മളുടെ ഫൗണ്ടേഷനാണ്. ഇവിടെ ആയിരിക്കും നമ്മുടെ ബ്രിക്ക് വരുന്നുണ്ടാവുക. ഇത് നമ്മുടെ സോയിലായിരിക്കും. അപ്പോൾ ഈ സോയിൽ നിന്നുള്ള മണ്ണിൽ നിന്നുള്ള ഈർപ്പം കാപ്പിലറി ആക്ഷൻ മൂലം നമ്മളുടെ ഫൗണ്ടേഷനിലൂടെ നമ്മളുടെ ബ്രിക്കിലോട്ട് കയറിയിട്ടുണ്ടാകും അല്ലെങ്കിൽ കയറും. ഇത് നമ്മളിവിടെ ഒരു പ്രോപ്പർ DPC ബിറ്റുമിനസ് മെമ്പറൈൻ പോലെ DPC ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിനെ റെസിസ്റ്റ് ചെയ്യും. അതില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ വാളിലോട്ട് കയറിയിട്ട് ഈ വാള് ഡാമ്പനസ് ആയിട്ടാണ് നമ്മളുടെ ഇവിടുത്തെ പുട്ടി പെയിൻറ് ഇതെല്ലാം നമുക്ക് പറഞ്ഞു പോകുന്നത്. സോ ഇവിടെ ഈ ഒരു സിനാരിയോയിൽ നമ്മുടെ ബ്രിക്ക് വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മിനിമം ഒരു 1 മീറ്ററിൽ ഒരു വാട്ടർ പ്രൂഫിംഗ് ലെയർ കൊടുക്കണം. ഇവിടെ DPC പ്രോപ്പറായിട്ട് ബിറ്റുമിനസ് മെമ്പറൈൻ പോലത്തെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇതിൻ്റെ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും ഒരു വാട്ടർ പ്രൂഫിംഗ് ലെയർ ബ്രിക്ക് വർക്ക് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കൊടുക്കണം. അതിൻ്റെ മുകളിലാണ് നമ്മൾ പ്ലാസ്റ്ററിങ് കൊടുക്കേണ്ടത്, അതിൻ്റെ മുകളിലാണ് പുട്ടി ചെയ്യുന്നവർ പുട്ടി വർക്ക് ചെയ്യേണ്ടത്, അതിൻ്റെ മേലായിരിക്കണം പെയിൻറ് ചെയ്യേണ്ടത്. സോ ഇവിടുന്ന് വെള്ളം ഇങ്ങോട്ടും അതേപോലെ ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആദ്യം തന്നെ വാട്ടർ പ്രൂഫിംഗ് ലെയർ എന്ത് ചെയ്യും, അതിനെ റെസിസ്റ്റ് ചെയ്ത് നിർത്തും. ഈ വെള്ളത്തിനെ ഒരിക്കലും ഇങ്ങോട്ട് പുറത്തോട്ട് കളയില്ല. സോ നമ്മുടെ പ്ലാസ്റ്ററിങ്ങും അവിടെ പ്രൊട്ടക്റ്റ് ആയിരിക്കും, നമ്മളുടെ പുട്ടിയും അവിടെ പ്രൊട്ടക്റ്റ് ആയിരിക്കും, നമ്മളുടെ അവിടെ പെയിൻറ്റും അവിടെ പ്രൊട്ടക്റ്റ് ആയിട്ട് അത് പീൽ ഓഫ് ചെയ്യുക, പറഞ്ഞു പോവുക, അങ്ങനത്തെ ഉള്ള ഇതിനൊക്കെ നമുക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും. സോ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മളുടെ എഗൻസ്റ്റ് കാപ്പിലറി ആക്ഷൻ എഗൻസ്റ്റ് നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും നമ്മളവിടെ നെഗറ്റീവും പോസിറ്റീവും പ്രഷറുള്ള വാട്ടർ പ്രൂഫിംഗ് സിസ്റ്റം ചെയ്യാൻ പാടുള്ളൂ. അത് തന്നെ ബ്രിക്ക് വർക്ക് കഴിഞ്ഞ് ആദ്യം വാട്ടർ പ്രൂഫിംഗ് ചെയ്ത് പ്ലാസ്റ്ററിങ് ചെയ്ത് അതിൻ്റെ മുകളിൽ പിന്നെ പുട്ടി പെയിൻറ് ഈ ഒരു പാറ്റേണിലേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് മെൻഷൻ ചെയ്യുക, ഞാനതിൻ്റെ റിപ്ലൈ ഞാൻ ചെയ്യാം. അതേപോലെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.